ഇന്ത്യൻ പോർ വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്ന് പാക് പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നു. 3 റഫേൽ വിമാനങ്ങളടക്കം 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ അവകാശവാദം. അത് പാർലമെന്റിൽ പറയുകയും ചെയ്തു. 10 വിമാനങ്ങൾ കൂടി വെടിവെച്ചിടാമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല എന്നൊക്കെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ പറയുന്നത്. 80ഓളം ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ രാത്രി പറന്നുയർന്നു. വ്യോമതലത്തിൽ വെച്ച് തന്നെ പാകിസ്ഥാൻ തിരിച്ചടിച്ചു എന്നൊക്കെയുള്ള അവകാശവാദം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ വ്യോമസേനാ മേധാവിയെ ഷഹബാസ് ഷെരീഫ് പ്രശംസിക്കുന്നുമുണ്ട്. ഇരുട്ടിന്റെ മറവിൽ ആക്രമിക്കാൻ ഇന്ത്യ വീണ്ടും ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു എന്നൊക്കെയുള്ള ചില ഗീർവാണങ്ങൾ ആ ഭാഗത്തുനിന്നും വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കിപ്പോൾ ഒന്ന് അതിർത്തിയിലേക്ക് പോകണം. അവിടെ ശക്തമായ രൂക്ഷമായ ഷെല്ലാക്രമണം നടന്നിടത്തുനിന്നും ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, ഇപ്പോഴുള്ള മേഖല, അവിടെ ഏത് മേഖലയാണ് ഇപ്പോൾ ബൽറാം ഉള്ളത്? അവിടെ ശക്തമായ ഷെല്ലാക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യം അവിടെ എന്താണ് ബൽറാം? പ്രജിൻ, ഞാനിപ്പോൾ ഉള്ളത് ഉറി സെക്ടറിലുള്ള സലാമാബാദിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ അതിരൂക്ഷമായ തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായത്. പാക് ഭീകരവാദ കേന്ദ്രങ്ങളിൽ പാകിസ്ഥാന്റെ മുഖത്തടിച്ചുകൊണ്ട് ഇന്ത്യ മിന്നലാക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ അതിന് പക വീട്ടിയത് അതിർത്തിയിലെ ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ജനവാസ മേഖലകളിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തുകയായിരുന്നു. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ഇവിടെ 3 വീടുകളാണ് പൂർണ്ണമായും തകർന്നു പോയത്. ഇപ്പോഴും പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട് ആ വീടുകളിൽ നിന്നും. പാക് അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ തൊടുത്തുവിട്ട പീരങ്കി ഷെല്ലുകൾ ഇവിടെ പതിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ വീടുകൾ കത്തി നശിച്ചത്. ഇപ്പോഴും പുക ഉയരുകയാണ്. ഈ വീടുകളിൽ നിന്നും നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ പുകച്ചുരുളുകൾ ഇപ്പോഴും ഉയരുന്നത്. സമീപത്തുള്ള 5 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. 3 വീടുകൾ പൂർണ്ണമായും പാക് ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ്. ഈ മേഖലയിൽ എന്നാൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് അതീവ ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ അതിർത്തി ഗ്രാമം പൂർണ്ണമായും വിജനമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അതിക്രമത്തിൽ ഇന്ത്യൻ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ കഴിയാത്ത, കെൽപ്പില്ലാത്തതിനാൽ തന്നെ പകരമായി ഗ്രാമവാസികളോട്, സാധാരണ ജനങ്ങളോടാണ് പാകിസ്ഥാൻ ആ ഒരു അരിശം തീർത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നതാണ്. സാധാരണക്കാരായ കൃഷി ചെയ്ത് ജീവിക്കുന്ന, അതിർത്തിയോട് ചേർന്ന് കഴിയുന്ന ഈ ആളുകൾക്ക് നേരെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് നേരിയ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് പാക് പോസ്റ്റുകൾ ഇരിക്കുന്നത് ഈ വീടിന് പിൻവശത്തായുള്ള മലമുകളിലാണ് എന്നുള്ളതാണ് പാകിസ്ഥാന് ഈ മേഖലയിൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത്. ഈ മലകൾക്ക് മുകളിൽ നിന്നാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി തുടർന്നും ഉള്ള രാത്രിയിലും ഇരുട്ടിന്റെ മറവിൽ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകും എന്ന ഒരു ആശങ്ക ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീടൊഴിഞ്ഞു പോയിരിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവൻ. ഇത് അതിർത്തി പ്രദേശമാണ്. ഈ നിയന്ത്രണ രേഖയ്ക്ക് എത്രമാത്രം അകലെ മാത്രമാണ് ഇപ്പോൾ ഈ സലാമാബാദ് എന്ന് പറയുന്ന ഈ പ്രദേശം? അവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇപ്പോൾ അവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ടോ? അവിടേക്കുള്ള ആൾക്കാരെ പ്രതികരണത്തിന് കിട്ടിയിരുന്നോ? അവരൊക്കെ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ? പ്രജിൻ, ഈ സലാമാബാദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉറി മേഖലയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ പ്രദേശം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മലമുകളിലാണ് പാകിസ്ഥാന്റെ പോസ്റ്റുകൾ എന്നതിനാൽ തന്നെ പാകിസ്ഥാന് കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്നു പാക് സൈന്യത്തിന്. അത് മുതലെടുത്തുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ 3 വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മുകളിൽ നിന്നാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സമീപത്തുള്ള മരങ്ങൾ പോലും കത്തിപ്പോയ സാഹചര്യമുണ്ട്. പ്രദേശത്തുള്ള മറ്റ് 5 വീടുകൾക്ക് കൂടി ഈ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഷെല്ലിന്റെ ചീളുകൾ കുത്തി കയറിയ നിലയിലാണ് ഈ പ്രദേശത്തെ മറ്റ് വീടുകളും ഉള്ളത്. 3 വീടുകൾ പൂർണ്ണമായും കത്തി കരിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുകച്ചുരുളുകൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. കത്തി തീർന്നിട്ടില്ല ഇതുവരെയും. ഇത്രത്തോളം വിനാശം വിതയ്ക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിരിക്കുന്നു. അത് ഭീകരവാദികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. ഭീകരവാദികളെ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണം, അതിന് പ്രതികാര നടപടിയായാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ അതിർത്തി മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇരുട്ടിന്റെ മറവിൽ അവരുടെ വാസസ്ഥലങ്ങൾ ഒരു ഘട്ടത്തിലും ഒരു മാന്യതയുള്ള രാഷ്ട്രം ചെയ്യുന്ന നടപടിയല്ല ഈ വീടുകൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക എന്നുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.
ടിൻ ഷീറ്റുകൾ, ഇരുമ്പിന്റെ ഷീറ്റുകളാണ് ഇത്തരത്തിൽ ചിഹ്നം ഭിന്നമായി പോയിരിക്കുന്നത്. പാക് ഷെല്ലുകൾ ഏറ്റ് തുളഞ്ഞ് വല പോലെ ആയി മാറിയിരിക്കുന്നു. ഇത്രത്തോളം കഠിനമായ ആയുധങ്ങളാണ് സാധാരണക്കാരായ അതിർത്തിയിലെ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നത്. ജനങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പാണ്. കാരണം ഇതൊരു ജനവാസ മേഖലയാണ് എന്ന് പാകിസ്ഥാന് വ്യക്തമായി തന്നെ അറിയാൻ കഴിയും. എന്നിട്ടും ഈ വീടുകൾ ലക്ഷ്യമാക്കി, സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്നത് ഇന്ത്യൻ സൈന്യത്തോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കെൽപ്പില്ല, ധൈര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു അരിശം സാധാരണക്കാരുടെ വീടുകൾക്ക് മേൽ പ്രയോഗിച്ചുകൊണ്ട് തീർത്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഒരു ലൈവ് വിഷ്വൽസ് ആണ് ഫ്രം ദ ബോർഡർ. അവിടെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് എക്സ്ക്ലൂസീവായി ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയും ഒപ്പം നമ്മുടെ ക്യാമറമാൻ ജോഗേഷ് സിംഗും പകർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഇപ്പോഴും ആ ഷെല്ല് വീണ് അവിടെ നിന്ന് ഇപ്പോഴും പുകയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഒരു മലയ്ക്കപ്പുറം അവിടെയാണ് പാക് പോസ്റ്റുകളുള്ളത്. അവിടെ നിന്നും ശക്തമായ ഷെല്ലാക്രമണം ഉണ്ടായ മേഖലയാണ് ഈ കാണുന്ന സലാമാബാദ് എന്ന് പറയുന്ന മേഖല. ഉറി എന്ന് പറയുന്ന മേഖലയിൽ നിന്നുള്ള തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഇസ്ലാമാബാദ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ബൽറാം നെടുങ്ങാടിയും ഒപ്പം തന്നെ ക്യാമറമാൻ ജോഗേഷ് സിംഗും. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, വളരെ സേഫായിട്ട് മാത്രം നിൽക്കുക. അവിടെ ഇപ്പോഴും ഈ ഷെല്ലുകൾ അതിന്റെ ചീളുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം അവിടെ ഇപ്പോഴും ഈ പുകച്ചുരുളുകൾ മുകളിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിൽ തകർന്ന വീടാണോ? അവിടുത്തുകാർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ ഈ പാക് പോസ്റ്റുകളിൽ നിന്നും ഈ മേഖലയിലേക്ക് നിരന്തരം ഇത്തരം ഷെല്ലാക്രമണം ഉണ്ടാകാറുണ്ടോ? പ്രജിൻ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി 2019 ശേഷം അത്ര ശല്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ മേഖലയിൽ ഉണ്ടാകാറില്ല. എന്നാൽ ഇപ്പോൾ ഇന്നലെ രാത്രി ആണ്, അല്ലെങ്കിൽ ഇന്നലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു അതിക്രമം ഇന്ത്യയിലെ ജനവാസ മേഖലയ്ക്ക് നേരെ നടത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു കുടുംബം കഴിഞ്ഞിരുന്ന ഒരു വീടാണ്. ഇന്നലെ രാത്രി വരെ അവർ സമാധാനമായി ഉറങ്ങാൻ കിടന്ന ഒരു വീടാണ് ഇത്തരത്തിൽ ചാമ്പലായി മാറിയിരിക്കുന്നത്. അർദ്ധരാത്രി അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ ഈ ജനങ്ങൾ താമസിക്കുന്ന വീടിന് മേലാണ് ഇത്തരത്തിൽ ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നത്. ജനങ്ങളെ തന്നെ ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു ആക്രമണം തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും. തൊട്ടടുത്ത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകളുണ്ട് ഈ മേഖലയിൽ. അത്തരത്തിലൊരു സൈനിക അതിർത്തിയിലെ തന്ത്രപ്രധാനമായ ഒരു മേഖലയായതുകൊണ്ട് തന്നെ സൈനിക വിന്യാസം ഏറെയുള്ള ഒരു മേഖലയാണ്. സൈന്യത്തോട് ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് ശേഷിയും കെൽപ്പും ധൈര്യവുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളോട്, സാധാരണക്കാരായ ഇന്ത്യയിലെ ജനങ്ങൾ, ഗ്രാമവാസികൾക്ക് മേൽ ആ അരിശം തീർക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സമീപത്തുള്ള വീടിന്റെ ചില്ലുകൾ പോലും തകർന്നിരിക്കുന്നു. ഈ മേഖലയിൽ ഏതാണ്ട് 5 വീടുകളോളം തകർന്നിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് കടുത്ത ചൂട് ഇവിടെയുണ്ട്. ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു പാകിസ്ഥാന്റെ ഈ ആക്രമണം ഇവിടെ നടന്നിട്ട്, ഷെല്ലാക്രമണം ഇവിടെ നടന്നിട്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രജിൻ, ചില്ല് ഗ്ലാസിന്റെ കഷ്ണമാണ് ഷെല്ലാക്രമണത്തിൽ തകർന്ന ഇത്. ഈ ഒരു ഗ്ലാസ് വളഞ്ഞു പോയിരിക്കുന്നു. അത് അത്രത്തോളം ഉരുകി പോയ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്രത്തോളം ശക്തമായ ആയുധങ്ങൾ, അതീവ മാരകശേഷിയുള്ള ആയുധങ്ങളാണ് പാകിസ്ഥാൻ സാധാരണക്കാരായ ജനങ്ങളുടെ വീടിന് നേരെ പ്രയോഗിച്ചിരിക്കുന്നത്. അതൊരു ഭീരുത്വത്തിന്റെ പൂർണ്ണമായ ചിത്രം പാകിസ്ഥാന്റെ വ്യക്തമാക്കുകയാണ് ഈ വീടുകൾക്ക് നേരെ നടന്നിരിക്കുന്ന ഈ ആക്രമണം. ദൃശ്യങ്ങളിൽ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. ഗ്രൗണ്ട് സീറോയിൽ നിന്നും എവിടെയാണോ ഷെല്ലാക്രമണം ഉണ്ടായത് അവിടെ നിന്നുള്ള തത്സമയ റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.